തനിഷേ അർജുൻ്റെ രക്ഷാപ്രവർത്തനം ഇതുവരെ കിട്ടിയില്ല, പുള്ളി ഇതുവരെ കിട്ടിയിട്ടില്ല. അതോടൊപ്പം മറ്റൊരു രക്ഷാപ്രവർത്തകനുണ്ട്. ആരാണ്? അതാണ് അരുൺകുമാർ. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ. അദ്ദേഹം ഇന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ പലരും മിസ്ഗൈഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കേണ്ടി വന്നത്. ഇന്നലെ പറഞ്ഞു. ഒന്ന് അദ്ദേഹം, രണ്ടാമത് ഒരാളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി. ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. KC വേണുഗോപാലുണ്ട്. ഇപ്പുറത്ത് കോൺഗ്രസിന്റെ MP എത്രയും ആളുകളുണ്ട്, 19 MP കോൺഗ്രസ് ഭരിക്കുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല, വരണ്ട അവിടെ നിൽക്കട്ടെ, അത് തിരക്കാണെന്ന് വയ്ക്കാം, പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റിന് ഞാൻ സിദ്ധരാമയ്യയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തമില്ലേ? അല്ല, രാഹുൽ ഗാന്ധി അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് ലാഭം എന്താണ്? അങ്ങനെയുണ്ട്. പിന്നെ 100%. മണിപ്പൂർ അദ്ദേഹം പോയി കഴിഞ്ഞാൽ, നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂർ പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലോട്ടറി അല്ലേ? കാരണം മോദി റഷ്യയിലേക്ക് പോകുമ്പോൾ വലിയ വാർത്തയാണ്. ആ മാധ്യമങ്ങള് താഴെ രാഹുൽ ഗാന്ധി ഇതാ മണിപ്പൂരിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയാണ്. രാഷ്ട്രീയ ലാഭമുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പൊ ഗുജറാത്തിലായിരുന്നു ഈ ലാൻഡ് സ്ലൈഡ് നടന്നിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രാഷ്ട്രീയ ലാഭമുണ്ട്. വേറെ എവിടെയാണെങ്കിൽ രാഷ്ട്രീയ ലാഭമുണ്ട്. ഇപ്പുറത്ത് 19 MP കോൺഗ്രസിന്, അവിടെ ഭരിക്കുന്നത് കർണാടകയാണ്. പോരാത്തതിന് സ്നേഹത്തിന്റെ കട തുറന്ന് മലത്തി വെച്ചിരിക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ കട തുറന്ന് മലത്തി വെച്ചിരിക്കുന്ന ആ സ്നേഹത്തിന്റെ കടയിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ്, അങ്ങോട്ട് വരാൻ സമയമില്ല. രാഹുൽ ഗാന്ധി ഒന്നും ചെയ്യത്തില്ല. 100%. ഈ സൈന്യം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പല ആൾക്കാരും ചോദിച്ചല്ലോ. വേണമെങ്കിൽ രാഹുൽ ഗാന്ധി വിചാരിച്ചിരുന്നെങ്കിൽ ഇത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ആക്കി മാറ്റാമായിരുന്നു. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളൊക്കെ അവിടെ നിന്ന് അടിച്ചോടിച്ച് രാഹുൽ ഗാന്ധിക്ക് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള ആളല്ലേ, അദ്ദേഹത്തിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പ്രധാനമന്ത്രിയോട് 19 MP ഇവിടെ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ 19 ഇവിടെ നിന്ന് ജയിച്ചു പോയ 19 MP വിളിക്കുന്നത് 19 വാഴകൾ എന്നാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്നത്. സത്യമാണെന്നോ? അതിനാണ് വിളിക്കുന്നത്. സീരിയസ്ലി അവരങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം ഈ 19 MP ഇവിടെ നിന്ന് ജയിച്ചു പോയതിനെ കാട്ടിലും ഗംഭീരമായിട്ട് താരതമ്യേന നോക്കുകയാണെങ്കിൽ ആ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ തുറ തുറക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് അതിലും ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഈ 19 MP രാഹുൽ ഗാന്ധിയോട് ഇവർക്കൊന്ന് സൂചിപ്പിച്ചുകൂടെ? അപ്പുറത്ത് നമ്മുടെ കർണാടകയാണ്, കർണാടകയിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അവിടെ ഇത്ര എക്യുപ്മെന്റ്സ് ഉണ്ട്, 5ാമത്തെ ദിവസമാണ് സൈന്യം വരുന്നത് എന്ന് പറഞ്ഞുകൂടെ? ഇവിടുത്തെ VD സതീശൻ എന്ത് ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? അപ്പൊ ഇതിനകത്തൊക്കെ അങ്ങനെ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ ലാഭം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവന് വെറും പുല്ല് വിലയാണെന്നുള്ള കാര്യം തർക്കമില്ല. കോൺഗ്രസ്സുകാർ ഒളിച്ചിരിക്കുകയാണ്. ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നു? ഈ 3ാമത്തെ ദിവസം കോൺഗ്രസിന്റെ സൈബർ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഞാനൊരു മെസ്സേജ് കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. ഓരോ വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തി കഴിഞ്ഞ് അതിന് മറുപടി എഴുതി വെച്ചിരിക്കുന്നവന്മാരും. അർജുന്റെ അവിടെ ലോറി എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോഴാണ് ആ വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉമ്മാരുടെ തൊര. അതിന്റെ ഇടയിൽ അവിടെ കിടന്നുകൊണ്ട് മൊട്ട അരുൺകുമാറിന്റെ പട്ടിഷോ. സീരിയസ്ലി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഇന്നലെ ഈ അരുൺകുമാർ റിപ്പോർട്ടറിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ നിന്നുകൊണ്ട് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആൾക്കാരെ തോരാതെ പുകഴ്ത്തിയ ആ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അതോറിറ്റി എന്താണ്? ആരാണ് അദ്ദേഹം? സൈനികനാണോ? അല്ല. നേവി ഉദ്യോഗസ്ഥനാണോ? അല്ല. അദ്ദേഹം എയർഫോഴ്സ് ആണോ? അല്ല. ഒന്നുമല്ല. അദ്ദേഹം ഒരു സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിനെ അവിടെ വന്ന് അദ്ദേഹം അവിടെ മണ്ണു മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് സൈന്യത്തിനെ കൊഞ്ഞണം കുത്താനായിട്ട് വിട്ടുകൊടുത്ത് നമ്മൾ മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു കാര്യം ചെയ്യാം. നാളെ നിങ്ങളുടെ ആരെങ്കിലും ലോറി വീട്ടിൽ ഒരു കിണറുണ്ടെങ്കിൽ കിണറ്റിനകത്ത് നിങ്ങളുടെ ഭാര്യ മക്കളെ വീണ് പോകുമ്പോൾ നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കണ്ട, രഞ്ജിത്ത് ഇസ്രായേലിനെ വിളിക്കാം. രഞ്ജിത്ത് വന്ന് എടുക്കട്ടെ. ഫയർഫോഴ്സ് പറകെ വന്നാൽ പതുക്കെ വന്നാൽ മതി. രഞ്ജിത്ത് വന്ന് വിളിക്കട്ടെ. എന്താ വിഷയം? ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. സീരിയസ്ലി പറയുന്ന ആൾക്കാരൊക്കെ ചുമ്മാ വാചകോടി വായ്ത്താളം എന്ന് പറയും നമ്മുടെ നാട്ടിൽ. വായ്ത്താളം ഒടിച്ചുകൊണ്ടിരിക്കുക മാത്രമേ. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉദാഹരണം കൂടെ കുടിച്ചേരാം. ഈ ഇടയ്ക്ക് അമലാപോള് ഒരു വേഷം ഇട്ടുകൊണ്ട് ഒരു സ്റ്റേജിൽ വന്നു എന്ന് പറഞ്ഞു വലിയ പ്രതിഷേധം അവിടെയുള്ള പള്ളിയിൽ അച്ഛന്മാരുണ്ടാക്കിയല്ലോ. അതിന് പ്രതിഷേധിച്ച ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രതിഷേധിച്ച ആൾക്കാർ എന്താണ് ആ വസ്ത്രത്തിന് കുഴപ്പം? അവർ പറയാൻ എന്താണ് ആ വസ്ത്രത്തിന് കുഴപ്പം? ആ വസ്ത്രത്തിന് യാതൊരുവിധ കുഴപ്പമില്ല. എൻ്റെ വിഷയം അമലാപോൾ ആ ഡ്രസ്സ് ഇട്ട് വന്നതോ അല്ലെങ്കിൽ അമലാപോൾ പറയുന്നത് ഞാൻ ആ ഡ്രസ്സ് ഇട്ട് വന്നതല്ല കുഴപ്പം, ആ ക്യാമറാമാൻ വെച്ച ആംഗിളാണ് കുഴപ്പം എന്നാണ് പറയുന്നത്. അമലാപോൾ ഡ്രസ്സ് ഇട്ട് വന്നത് എനിക്കൊരു വിഷയമല്ല. അമലാപോളിന് ഏത് ഡ്രസ്സും ഇടാം, ക്യാമറാമാൻ ഏത് ആംഗിളും വെക്കാം. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതിനെ ഒരു പുരോഗമന മുഖം മൂടിയിട്ട് വാദിക്കുന്ന ചിലരുണ്ടല്ലോ. പുരോഗമന മുഖം മൂടിയിട്ട് ഇവർ വാദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലാപോളിന് എന്താ ഡ്രസ്സ് ഇട്ടാൽ? പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങളാരാ അത് ചോദിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, ഈ പറയുന്നവന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ശരി, നിങ്ങളുടെ ഭാര്യയോ മകളെയോ
ഇതേ വേഷത്തിൽ നിങ്ങളെ ഫംഗ്ഷനെ നൽകുകൊണ്ട് നിർത്തുമോ? സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഇനി അത് പറ്റില്ല, എന്റെ വീട്ടിൽ പറ്റില്ല, അമല പോൾ ഇട്ടോട്ടെ, അതിനെ ഞാൻ അനുകൂലിക്കും. അത്തരത്തിലുള്ള കപട സദാചാരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. സദാചാരം പറയുകയാണെങ്കിൽ നല്ല സദാചാരം പറഞ്ഞാൽ മതി, കപട സദാചാരം ഒന്നും ഇങ്ങോട്ട്. അതുപോലെ രഞ്ജിത്ത് ഇസ്രായേലിന് അതേ സെയിം കോൺടെക്സ്റ്റ് ആണ്. രഞ്ജിത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാര് സ്വന്തം വീട്ടിലെ കണത്തിലെ ഭാര്യയും മക്കളോ ആരെങ്കിലും വീണ രഞ്ജിത്ത് ഇസ്രായേലിനെ വിളിക്കും. തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും വിളിക്കൂലല്ലോ, തൊട്ടടുത്ത വീട്ടിലാണെങ്കിലും വിളിക്കത്തില്ല. 100% ഞാൻ എഴുതി തരാം. അതുപോലെയാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇന്നലെ ഈ അരുൺകുമാർ പറഞ്ഞ, അദ്ദേഹം റിപ്പോർട്ടറിൽ പറഞ്ഞ ഒരു ബൈറ്റ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. യഥാർത്ഥത്തിൽ ആദ്യത്തെ 4 ദിവസം ഈ അന്വേഷണം നടന്നത്, 4-5 ദിവസം ഈ അന്വേഷണം പൂർണ്ണമായും നടന്നത് കരയിൽ ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തുണ്ട് എന്ന ഒരു ഇൻഫർമേഷന്റെ പുറത്താണ്. പക്ഷെ അതൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ ആയിരുന്നുവെന്ന് അദ്ദേഹത്തിന് അപ്പോഴും തന്നെ പറഞ്ഞു. പക്ഷേ ചില അൺട്രെയിൻഡ് ആയിരിക്കുന്ന ഈ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ഒരുപക്ഷെ ധാരണയില്ലായ്മയായിരിക്കാം. കാരണം ഇത്രയും വലിയ മാസ് അവിടെ നിന്ന് വരുമ്പോൾ 40 ടൗണുള്ള ലോറിയെ തള്ളി നീക്കുമോ എന്നതായിരുന്നു ഒരു പ്രാഥമികമായ ചോദ്യം. നന്ദകിഷോർ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, അദ്ദേഹം അവസാനം കൺഫ്യൂസ് അദ്ദേഹം പറയാണ് അധികൃതർ അപ്പോൾ തന്നെ പറഞ്ഞു എന്ന് പറയുന്നത്. അധികൃതർ അപ്പോൾ തന്നെ രണ്ട് സാധനങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം വരെ പറയുകയാണ്, അതായത് അരുൺകുമാർ വരെ പറയുകയാണ് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. വിനു ജോൺ പച്ചയ്ക്ക് ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ മാപ്പ് പറയുകയാണ്. മാപ്പ് പറയുന്ന പറഞ്ഞാൽ അത്തരത്തിൽ പിടിച്ചിരുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് വിനു പറയുന്നത്. ആ മാന്യത ഏഷ്യാനെറ്റ് കാണിക്കുന്നത്. ഏഷ്യാനെറ്റിന് മാത്രമേ മാന്യത ഞാൻ കണ്ടുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഈ പുള്ളിക്കാരൻ അരുൺകുമാർ. പുള്ളിക്കാരൻ പറയുന്നത് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഇയാൾ എന്തൊരു ഷോ അവിടെ കിടന്ന് കാണിച്ചത്. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാൾ കളിപ്പാട്ടമാണ് കൊണ്ടുവരുന്നത്, അത് തന്നില്ല, എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ തന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇയാൾ ആരാണ് ഇയാൾക്ക് ഡ്രില്ലിംഗ് മെഷീൻ കൊടുക്കാൻ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും അത് അവിടെ തീർന്നു. രാഹുൽ ഗാന്ധിയിലേക്ക് കൂടെ വരാം. ഈ രാഹുൽ ഗാന്ധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വയനാടിന്റെ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഇവിടെ അദ്ദേഹം രാജിവെച്ചല്ലോ, വയനാട് MP സ്ഥാനം ഒഴിഞ്ഞു, മത്സരിക്കാൻ വരികയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നത് എനിക്ക് ഇത്രയും സ്നേഹബന്ധമുള്ള മറ്റൊരു സ്ഥലം, മലയാളികളോട് അദ്ദേഹത്തിന് അത്രയും സ്നേഹമുണ്ട്. കാരണം അദ്ദേഹത്തെ നിലനിർത്തിയ മലയാളികളാണ് കഴിഞ്ഞ തവണ, അല്ലാതെ പാർലമെന്റ് കാണാൻ പറ്റില്ലായിരുന്നു, ഇവിടെ ജയിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം കോഴിക്കോടുകാരനാണ് നമ്മുടെ അർജുൻ. അപ്പോൾ അയൽ ജില്ലയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ മലയാളിയോട് ഇത്രയും സ്നേഹം? അത് മാത്രമല്ല, ഇത്രയും പാർലമെന്റ് അംഗങ്ങളെ കോൺഗ്രസിന് സംഭാവന ചെയ്ത കഴിഞ്ഞ തവണ ഈ പാർലമെന്റ് അംഗങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദയനീയമായി പോയത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇത് അന്വേഷിക്കേണ്ടിയിരുന്നില്ലേ? രാഹുൽ ഗാന്ധി അത് ഞാൻ ആദ്യം പറഞ്ഞ മറുപടി, കാരണം ഇതിൽ രാഷ്ട്രീയ ലാഭമൊന്നുമില്ല രാഹുൽ ഗാന്ധിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർ പേടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. ഈ വൈകാരിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്നത് തെരഞ്ഞെടുപ്പിനെ വളരെ ഭീകരമായിട്ട് ബാധിക്കും. അതറിയാലോ, നിർഭയ വിഷയം അറിയാലോ. നിർഭയ വിഷയമാണ് നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ഒരു വിഷയം, ഒരു തലകളില്ലാത്തൊരു പങ്കുവച്ച ഒരു വിഷയം. പെരുമ്പാവൂരിലെ ആ നിയമ വിദ്യാർത്ഥിയുടെ ആ വിഷയമാണ് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്നും ഭരണം നേരെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക്, ഇപ്പൊ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് പോകാനുള്ള വളരെ വൈകാരികമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയ വിഷയം. മറ്റേ തന്നെ സൗമ്യയുടെ ഒരു വിഷയം നടന്നല്ലോ. അത് രണ്ടും കൂടെ ആയപ്പോൾ ജനങ്ങൾക്ക് മൊത്തം പ്രാന്തായി. ജനങ്ങൾക്ക് കലികേറി. ജനങ്ങൾ എന്ത് ചെയ്തു? പിടിച്ചു പറിച്ച് ഭരണം പിണറായി സർക്കാരിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ അങ്ങനെ അത് വൈകാരികമായിട്ട് ബാധിക്കും. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. അവർക്ക് ഈസി ആയിട്ട് നടത്താം. ഇത് വലിയ പണച്ചെലവുള്ള കമ്മ്യൂണിക്കേഷൻ ഇട്ടാൽ മാത്രം മതി. നമ്മുടെ ശശി തരൂർ പറയും പോലെയെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് ചെയ്യണം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, ശശി തരൂർ പറഞ്ഞല്ലോ എനിക്ക് അത്രയും ചെയ്യാനേ പറ്റും. അത്രയും വിവരമുള്ള മനുഷ്യൻ അത്രയും പോസ്റ്റ് ഇട്ടു. രാഹുൽ ഗാന്ധിക്ക് അപ്പൊ അത്ര പോലും വിവരമില്ലെന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെ KC വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ ഇല്ലേ? അപ്പൊ ഇവർക്കൊക്കെ എന്തുകൊണ്ട് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ള സമ്മനസെങ്കിലും കാണില്ല. അവരിപ്പോ ഞാൻ പറയട്ടെ, അവരിപ്പോ അവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവര് അപ്പുറത്ത് RSS ആണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്, യോഗി ആദിത്യനാഥാണ് എന്നൊക്കെയുള്ള അവരെ കൃത്യമായിട്ടും മനസ്സിലായിട്ടും അവർ മനസ്സിലാവാത്ത പോലെ നടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ഇത്തവണ ഞങ്ങളുടെ കൂടെയാണ് എന്നൊരു ബോധം അവർക്ക് വന്നുപോയി. പക്ഷെ അത് വളരെ തെറ്റാണ്. കാരണം RSSും BJPയും തമ്മിലുള്ള ഒരു ക്ലാഷ് കാരണമാണ് ഇത്തവണ BJPക്ക് സീറ്റ് കുറഞ്ഞതെന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ മിടുക്കുകൊണ്ടല്ല ഇവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്നു. അടുത്ത തവണ ശക്തമായ രീതിയിൽ BJP തിരിച്ചു വരും എന്നുള്ളൊരു ബോധം ഇവർക്ക് വേണം. കാരണം RSSും BJPയും നരേന്ദ്രമോദിക്കിട്ട് കൊടുത്തൊരു പണിയാണെന്നാണ് പല BJPക്ക് അകത്തു നിന്ന് വരുന്ന പല
ടോക്കും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ പ്രൗഢി കണ്ട് എന്റെ ഇത് കണ്ടിട്ട് ജനങ്ങൾ എനിക്ക് തന്ന, അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുക്കുക. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഗെയിമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായിട്ട് ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. ചൂഷണം ചെയ്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് കയറി പോകാത്തതിന്റെ പ്രശ്നമാണ്. അവർ ഇപ്പോഴും അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങളാണ് ഭരിക്കുന്നതെന്നാണ്. പോരാത്തതിന് മാധ്യമങ്ങളൊക്കെ അതിന് വേണ്ട വളം, ഈ മാധ്യമങ്ങളാണ് ആദ്യം അടിക്കുക. രാഹുൽ ഗാന്ധി ഭയങ്കര കിടിലമാണെന്ന് പറഞ്ഞു വെച്ചു കൊടുക്കും. രാഹുൽ ഗാന്ധി അത് കേട്ടിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ്. ഇപ്പൊ തന്നെ കണ്ടല്ലോ ഈ ബഡ്ജറ്റിൽ രാഹുൽ ഗാന്ധി ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് എന്തോരം വിഷയം ബഡ്ജറ്റിൽ പറയായിരുന്നു, ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, ഇത് കസേര കാക്കാനുള്ള ബഡ്ജറ്റ്. അടിപൊളി. രാഹുൽ ഗാന്ധി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സിംഹമാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്തയടിച്ചു. അപ്പുറത്ത് BJP കാർ പറഞ്ഞ എന്താ, ആരെ കസേര, നിങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങളുടെ പ്രതിപക്ഷ കസേര കാക്കാനാണെന്ന് BJP ചോദിച്ചു. അതോടുകൂടി അത് തീർന്നു. മനസ്സിലാകേണ്ട ജനങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ കീറി മുറിച്ച് പഠിച്ച് അതിനെ വിമർശിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് പറ്റിപ്പോകുന്നത്. രാഹുൽ കർണാടക അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ, അത് പോകും 100% പോകും. കർണാടക കയ്യിൽ നിന്ന് പോകും. എന്താ ചോദിക്കാവുന്നത്? അതായത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ മടിക്കുന്നത്? അത് തന്നെയാണ് അതിന്റെ മറുപടി. ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ ലാഭം വേണം. ഇടപെട്ട് നിന്നാലല്ലേ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റും. അതെ, രാഷ്ട്രീയ ലാഭം അവർക്ക് വേണം. പ്രത്യേകിച്ച് ഇതിനകത്ത്, ഈ കർണാടകയിൽ നടന്ന വിഷയത്തിനകത്ത് കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കർണാടക, പെട്ടുപോയ മനുഷ്യൻ മലയാളി. കേന്ദ്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം, അത് അറിയിക്കണം. നരേന്ദ്രമോദിയെ അറിയിക്കണം. സൈന്യത്തിന് ഇറക്കാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് കേട്ട് നിന്നു. ഇത് മണ്ണിന്റെ അടിയിലുണ്ട്, നമ്മൾ കുഴിച്ചാൽ മതി, എനിക്ക് പൈപ്പ് അടിക്കാനുള്ള ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവരൂ, എനിക്കൊരു അന്തർവാഹിനി കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നത് കേട്ട് ഇവർ നിന്നു. ഇവര് സൈന്യത്തിനെ കൊണ്ടുവന്നില്ല. അവസാനം സൈന്യം വന്നപ്പോൾ എല്ലാ കുറ്റവും എടുത്ത് സൈന്യത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുക. സൈന്യത്തിന്റെ തലയിൽ കുറ്റം വെച്ചു കൊടുത്തിട്ട് ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചു. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇവർക്ക് ഇതിന്റെ എല്ലാം വിമർശനം വന്നു. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, ഇത് സൈന്യത്തിന്റെ പ്രശ്നമല്ല, ഇത് ദേശീയ അതോറിറ്റിയുടെ പ്രശ്നമാണ്. കാരണം ഇങ്ങനെയാണോ റോഡ് പണിയുന്നത് എന്ന് പറഞ്ഞ് ഇത് പ്രകൃതിക്ഷോഭമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലും പോലും, കാരണം തുല്യമായിട്ട് രണ്ടുപേരും പ്രതിസ്ഥാനം നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഈസിയായിട്ട് ഇടപെട്ട് നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ഒക്കെ ഇട്ട് നരേന്ദ്രമോദി ഒന്ന് റിമൈൻഡ് ചെയ്താൽ തീരാന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള കള്ളനാണയങ്ങൾ തിരിച്ചറിയുക. എന്തായാലും അരുൺകുമാറിന് നല്ല ഗോളായിരുന്നു. അരുൺകുമാർ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ടല്ലോ, കൺഫസ് ചെയ്തല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ശരി, ഓക്കെ.